ഭാര്യ വീട്ടിലേക്ക് വിളിച്ചിട്ട് തെറി പറയുന്ന ഭർത്താവ്. വഴക്കുണ്ടായാൽ ഭാര്യ വീട്ടിലേക്ക് വിളിച്ചിട്ട് ഈ ഭാര്യയെ മോശമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. ഭാര്യ വീട്ടിലേക്ക് മാത്രമല്ല, ആങ്ങളയെ വിളിക്കും, ജ്യേഷ്ഠത്തിയെ വിളിക്കും, അനിയത്തിയെ വിളിക്കും. ഇത് കേസ് ഹിസ്റ്ററിയാണ്. ഈ ഭർത്താവ് ഒരു നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റിയാണ്. ഇത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് ഇതിനേക്കാൾ മോശമായിട്ടുള്ള പ്രവൃത്തികൾ ഉണ്ടാക്കും. അവരുടെ എന്തെങ്കിലും ഒരു കുറ്റങ്ങളോ കുറവുകളോ കണ്ടുപിടിച്ച ആളെ കുറ്റക്കാരിയാക്കി മാറ്റും. അതേപോലെ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ സംശയരോഗിയാക്കി മാറ്റും. മാനസിക രോഗിയാണെന്ന് പറയും. അതേപോലെ ഇവരുമായി ബന്ധപ്പെട്ട ആളുകൾ മുഴുവൻ ഇവരിൽ നിന്ന് തെറ്റിക്കാനുള്ള പരിപാടികളെടുക്കും. എല്ലാവരെയും ഇവർക്ക് കുറ്റായിരിക്കും. ഇവർക്ക് എപ്പോഴും പവറും കൺട്രോളും ആവശ്യമാണ്. അതിനുവേണ്ടി എന്തും ചെയ്യും. ഇവരുടെ സ്നേഹപ്രകടനങ്ങളൊക്കെ മുഴുവനും അഭിനയമാണ്. ഈ അഭിനയത്തിലൂടെ മാത്രം ഏതെങ്കിലും ഒരു മക്കളെ ഇവർ സ്വന്തം കൈപ്പിടിയിലേക്ക് ആക്കിയിട്ട് അമ്മയ്ക്കെതിരെ, അതായത് പാർട്ട്ണർക്കെതിരെ തിരിയാനുള്ള ഒരാളാക്കി മാറ്റും. മറ്റുള്ളവരുടെ മുന്നിലൊക്കെ നല്ലൊരു ഫേസ് ആയിരിക്കും ഇവർക്കുണ്ടാവുക. ഇടയ്ക്കിടയ്ക്ക് സ്നേഹമൊക്കെ കൊടുക്കും. അത് പിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവരോട് ഒരിക്കലും തർക്കിക്കരുത്. ഇവരോട് നിങ്ങൾ യാചിക്കാൻ നിൽക്കരുത്. ഇവരോട് എതിർത്ത് സംസാരിക്കരുത്. ഇവരോട് ഇങ്ങനെ ഇതൊക്കെ ചെയ്യുമ്പോഴാണ് ഇവരിങ്ങനെ പവർ കൂടിക്കൊണ്ടിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ സൈഡിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അവരവരുടെ സൈഡിലൂടെ പോവുക. ഒട്ടും സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇവരിൽ നിന്ന് വിവാഹമോചനത്തിലേക്കൊക്കെ പലരും എത്താറുള്ളത്. ആരും സ്വന്തം പങ്കാളിയെ ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ആയിട്ട് നിങ്ങൾ വിലയിരുത്തരുത്. ഒരു പ്രൊഫഷണലിന്റെ സഹായത്തോടെ മാത്രമേ നിങ്ങൾ വിലയിരുത്താവൂ. ഇത്തരത്തിലുള്ള ആളുകൾ അപകടകാരികളാണ് എന്നുള്ളത് തിരിച്ചറിയുക. അപകടം ഏത് സമയത്താണ് അവരിൽ ഉണ്ടാകുക എന്നൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. നമ്മൾ ഒരിക്കൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ കള്ളം പറഞ്ഞ് നമ്മളെ കുറിച്ച് ആരോപിക്കും. ഇതൊക്കെ ഉണ്ടാകും. ഇതൊക്കെ നിങ്ങൾക്ക് ഇവരിൽ നിന്ന് അനുഭവപ്പെടും.